വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കടന്നു വന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കില്ലേ. കഴിഞ്ഞ ചില 1-2 ആഴ്ചകളിൽ സംസാരിച്ചു വളരെ ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ ലഭിച്ച വാചനങ്ങൾ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ ഫസ്റ്റ് പീറ്റർ ആംപ്ലിഫൈഡ് വേർഷനിലാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. കാസ്റ്റ് ഓൾ യുവർ കെയർസ്, all your anxieties, all your worries, all your concerns, once and for all, on Him. For He cares about you with the deepest affection and watches over you very carefully. ഇവിടെ നിന്ന് നമുക്ക് പറയാവുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് അതെടുത്തത്. മറ്റതെല്ലാം നല്ലതാണ്. ഒരു വാക്യം കൂടെ ഇതൊന്ന് വളരെ ഫെമിലിയറായിട്ടുള്ള ബാക്കി പറയാവുന്ന നിങ്ങൾ എന്തുവാണ്? വായിച്ചോട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് മതി. For I know the plans and thoughts. മറ്റ് വെർഷനിൽ പ്ലാൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ അതുകൂടെ ആഡ് ചെയ്തു. I know the plans and thoughts that I have for you, says the Lord. Plans for peace and well-being and not for disaster, to give you a future and a hope. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പകൽ ഞങ്ങളോട് നിങ്ങൾ സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിന് അങ്ങയോളം വലിപ്പമുണ്ട്. ഹൃദ്യമായി ഇടപെടണമേ. തിരുനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പകൽ ഓഫാവുന്നേ, അതുകൊണ്ടാണ്. God who cares, കരുതുന്ന ദൈവം. മാറ്റാൻ മോനെ, കരുതുന്ന ദൈവം. God who cares. തിരുവചനം നോക്കുമ്പോൾ ആരംഭം മുതൽ അവസാനം വരെ പല ഏടുകളിൽ കാണാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവത്തെയാണ്. ഞാനിവിടെ ഒരു വേദഭാഗം പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നാം നമ്മെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാ. തെറ്റല്ല, നമ്മളല്ലേ പിന്നെ ആരാ ചിന്തിക്കേണ്ടത്? പക്ഷെ നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിചാരപ്പെടുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ദൈവവും നമ്മെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു ദൈവം. ഇത്ര ശ്രേഷ്ഠ ജാതി ഭൂമിയിൽ വേറെ ഒന്നില്ല. അതാരാണെന്നറിയാമോ? നമ്മൾ. തൻ്റെ അടുത്തോട് പറയണം, അത് നമ്മളാ. ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഈ ഭൂമിയിൽ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ, ചിന്തിക്കുന്നുവെങ്കിൽ എന്നെയും നമ്മളെയുമാണ്. ഇതിൽ കൂടുതൽ ഫലം വേണോ? അവരാ ഭാഗ്യവാന്മാർ. നിങ്ങൾക്കറിയാമോ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 5-6 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എസെക്കിയേൽ 20-5-6. ആരാ അരുളി ചെയ്തത്? ദൈവമാണ് പറഞ്ഞത്. ഞാൻ മിസ്രയീമിൽ നിന്ന്
മിസ്രയീം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ കൈ ഉയർത്തി ദൈവം സത്യം ചെയ്തു. എന്താ ചെയ്തത്? ആ ആ മതി മതി. ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന, നോക്കി വച്ചിരിക്കുന്ന ദേശത്ത് ഞാൻ അവരെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ എൻ്റെ കൈ ഉയർത്തി സത്യം ചെയ്തു. അവനേക്കാൾ വലിയവൻ ആരും ഇല്ലത്തുണ്ട്. സ്തോത്രം. എപ്പോഴാ ചെയ്തത്? മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ആത്മീയ അർത്ഥം കൂടെ കേൾക്കണം. നാം യാത്ര, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് എവിടെ കൊണ്ടെത്തിക്കുമെന്ന് പോലും അവൻ്റെ കരുതൽ നമുക്ക് വേണ്ടിയുണ്ട്. വിശ്വസിക്കാമോ? ആരെങ്കിലും വിശ്വസിക്കാമോ? അതിനുവേണ്ടി അവനൊരു ദേശം നോക്കി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. അവൻ നോക്കി വെച്ചിരിക്കുന്നത് അവൻ നമുക്ക് നൽകും. ഈ ലോക ജീവിതത്തിൽ അത് ഭൗതികമായാലും ആത്മീയമായാലും വരുവാനുള്ള ജീവിതത്തിൽ ഫ്യൂച്ചർ പ്ലാൻ ആയാലും ദൈവം ചെയ്യാതിരിക്കയില്ല. വിശ്വസിക്കുന്ന ആരെങ്കിലും? ആത്മീയം മാത്രമല്ല, ഭൗതികവും ദൈവം കൺസേൺഡ് ആകട്ടോ. പക്ഷേ നമ്മൾ ഭൗതികത്തിൻ്റെ പുറകെ പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ജീവിപ്പാൻ ആവശ്യമായതെല്ലാം കർത്താവ് വേണ്ടത് നൽകും. വേണ്ടാത്തതിനുള്ള ആഗ്രഹമോ ഡിസയറോ പാടില്ലെന്നാണ് വചനം പറയുന്നത്. നമുക്ക് ആവശ്യമായ കാര്യം കർത്താവ് ആ സമയത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും. നൽകിയില്ലെങ്കിൽ അത് അസൈൻമെൻറ്റാണ്. അത് ഓർക്കുന്നുണ്ടല്ലോ. അത് ബാക്കി ഞാൻ വരുന്നേ ഉള്ളൂ. അത് പകുതിയെ വന്ന് സംസാരിച്ചുള്ളൂ. അപ്പോൾ നൽകിക്കൊണ്ടിരിക്കും. 1-ാം അധ്യായം മുതൽ, ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് കാണുമ്പോൾ ആരംഭത്തിലെ ദൈവത്തിൻ്റെ കരുതല ഒരു മൃഗത്തിൻ്റെ രക്തം ചൊരിഞ്ഞിട്ട് അവർക്ക് തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടായി കൊടുത്തത് ദൈവത്തിൻ്റെ കരുതലാ. നീ ഈ അവസ്ഥയിൽ പോകണം, നിനക്കൊരു കരുതുന്ന ദൈവമുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി ഒരു മൃഗത്തെ അറുത്തു. ഒരു ഭക്തൻ തൻ്റെ മകനുമായി പോകുക, അറിയാമല്ലോ. മകനുമായി പോകുമ്പോഴും എങ്ങോട്ടാ പോകുന്നത്? ഒരു യാഗമർപ്പിക്കാൻ പോകുകയാ. സ്തോത്രം. അബ്രഹാമിന് മാത്രമേ അറിയത്തുള്ളൂ യാഗം അർപ്പിക്കാൻ ആരെയാ കൊണ്ടുപോകുന്നെന്ന്. അതിൻ്റെ കാര്യം അബ്രഹാമിൻ്റെ ദൈവമാണ് അവനോട് പറഞ്ഞത്. സ്തോത്രം. അവനെ വിശ്വസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യമാണെങ്കിലും അവനോട് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ, ഒന്നേ ഉള്ളോ ജാതൻ അല്ല. അതിനു മുമ്പ് ഇസ്മായേൽ ഉണ്ട്, പക്ഷേ സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ അവനില്ല. സ്വർഗത്തിൻ്റെ ലിസ്റ്റിലൊക്കെ ഇല്ലാത്തത് കയറി വന്നാൽ കുഴപ്പമില്ല. അത് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉണ്ടായതല്ല, മനുഷ്യൻ്റെ ഹിതത്തിനുണ്ടായത്. അതും ആലോചന കേൾക്കേണ്ടത് ദൈവത്തോടാ. ആലോചന കേട്ടത് ആരുടെയാ? ഭാര്യയുടെ ആണെന്ന് കേൾക്കുന്ന ഞാൻ അങ്ങനെയുള്ള ആ ചിന്താഗതിയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. അത്രയുള്ള കാര്യം. കാരണം ദൈവം അവനോട് പറഞ്ഞിട്ടില്ലേ? അവനോട് പറഞ്ഞതാ. നിന്റെ 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ നീ 13 വരുമ്പോൾ നീ തലപൊക്കി നോക്ക്. ഇതൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശം. ഞാൻ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ തരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്യണമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് പുതിയ നിയമത്തിൽ ബാക്കിയുള്ള എബ്രായത്തിൽ ദീർഘക്ഷമയോടെ വാഗ്ദത്തം പ്രാപിച്ചവരുടെ അനുകാരികളായി തീരുമെന്ന്. അപ്പോൾ വാഗ്ദത്തം പ്രാപിക്കാൻ എന്ത് വേണം? 6-ാം അധ്യായത്തിലാണ് ദീർഘക്ഷമ വേണം. പെട്ടെന്നൊന്നും കാര്യം ചെയ്യരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അതിൻ്റെ സമയത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. നമ്മൾ പറഞ്ഞാലും പറഞ്ഞവർ പറഞ്ഞാലും പാസ്റ്റേഴ്സ് പറഞ്ഞാലും അവരോർത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ വിഷയത്തിൽ കൺസേൺഡ് അവനാണ്. അവൻ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയാണെങ്കിൽ അബ്രഹാം, അതുപോലെ തന്നെ വിഷയമല്ല, നീ സ്നേഹിക്കുന്നതിനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? നീ സ്നേഹിക്കുന്ന ഒരു മകനുണ്ട്. എന്താ കാര്യം? 100-ാം വയസ്സിൽ ലഭിച്ചവനാ. 1. 2, മനുഷ്യർക്കും മാനുഷികമായ ചിന്തകൾക്കും മെഡിക്കൽ സയൻസിനും കഴിയാത്തതിനെ സാധിപ്പിച്ച ഒരു ദൈവം. സ്തോത്രം. ഇതൊക്കെ റോമാലേഖനത്തിൽ അതിനെപ്പോ ഒരു ശരിക്ക് എഴുതിയിരിക്കുന്നത്, ഉൽപ്പത്തിയിലൊന്നും എഴുതിയിട്ടില്ല. ആ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ ദൈവം ചോദിക്കുന്നത്, എന്നേക്കാൾ അധികമാണോ നീ അവനെ സ്നേഹിക്കുന്നത്, അതോ അവനേക്കാൾ അധികമാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? ചില സന്ദർഭങ്ങളിൽ ദൈവം അതിനുപറ്റി ചില ടെസ്റ്റൊക്കെ തരും. എന്തിനു വേണ്ടിയാ? എവിടെയാ നീ പ്രയോറിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന അറിയാൻ. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. അവൻ പരീക്ഷിച്ചിട്ട്, അവൻ ദുഃഖിപ്പിച്ചിട്ട്, അവൻ വിഷമിപ്പിച്ചിട്ട് സന്തോഷിക്കുന്ന ദൈവമല്ല. പക്ഷേ നോക്കി വെച്ചിരിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ പ്രതികൂലമാക്കി എന്ന് വരാം. സ്തോത്രം. അങ്ങനെ അബ്രഹാം ഈ ബാലനുമായി പോകുന്ന വഴിക്ക് ഭാര്യയോട് പറഞ്ഞില്ല, പിന്നെ ഒന്ന് പറഞ്ഞതിൻ്റെ മനസ്സിലായി പുള്ളിക്ക്, ഇനി മേലെ കേൾക്കത്തുമില്ല, പറയത്തുമില്ല, സമയത്തേ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട്. മുമ്പോട്ട് പോട്ടെ. അങ്ങനെ ബാല്യക്കാരോടും പറഞ്ഞില്ല, മോനോടും പറഞ്ഞില്ല. പക്ഷെ പോകുന്ന വഴിക്കൊരു ചോദ്യം. അപ്പം വിറകുണ്ട്, തീയുമുണ്ട്, ആട്ടിൻകുട്ടി എവിടെ? സ്തോത്രം. ഹൃദയത്തിൽ ഞാനങ്ങ് വിചാരിക്കുക, മാനുഷികമായ വിചാരമാണ്, അല്ലാതുള്ള വിചാരമല്ല. ആകെ ലഭിച്ച ഒരു കുഞ്ഞാ, അവനെ ഹോമയാഗം അർപ്പിക്കാൻ പോവുകയാണ്. യാഗം എന്താ, എങ്ങനെയാണ് കഴിക്കണമെന്ന് അറിയാവുന്ന ഒരു അപ്പനായത്. മാനുഷികമായ നിലയിൽ ഹൃദയത്തിൽ വേദന കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുറിവിന്മേൽ കുത്തുന്നത് പോലെ അവന് തോന്നി. പക്ഷേ അതവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അവൻ ധൈര്യം പൂണ്ടൊരു മറുപടി പറഞ്ഞു. വേറെ മറുപടി അവന് പറയാൻ പറ്റത്തില്ല. യഹോവ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ കരുതിക്കൊള്ളും. സ്തോത്രം. യഹോവ കരുതിക്കൊള്ളും. മോറിയായുടെ മലയിൽ അവൻ എന്തിനാ പോയെന്നറിയാമോ? ആരാധനയ്ക്കാ പോയത്. മോറിയായുടെ മലയിൽ ആരാധനയ്ക്ക് പോകുന്നവനും അവനും അവിടെ ഒരു സമർപ്പണം വേണമെന്നാ തിരുവചനം വായിച്ചു കാണുന്നത്, ഇല്ലയോ? അവന് ആ മൃഗത്തെ, അല്ല, ആ യാഗവസ്തുവിനെ അത് കണ്ടിച്ച് മുറിക്കാൻ കത്തിയെടുത്തോങ്ങി ശരീരത്തോട് അടുക്കുന്നത് വരെ ഒരു പ്രൊവിഷനും അവനെ ദൈവം കാണിച്ചില്ല. എന്തായാലും കാരണം അവൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. എൻ്റെ ഈ മകനേക്കാൾ ഞാൻ നിന്നെയാ സ്നേഹിക്കുന്നത്. അതാരാധന. ആ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ ആ ചോദ്യത്തിന് മറുപടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇല്ലെങ്കിലും അപ്പാ ആട്ടിൻകുട്ടി എവിടെ? യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട. തുടങ്ങുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ആട്ടിൻകുട്ടി ആരാ പരിചയപ്പെടുന്നത്? വഴി ഒരുക്കുവാൻ, നിരത്തുവാൻ വന്നവൻ. ഞാനല്ല വഴി, ഞാനല്ല രക്ഷകൻ, ഞാനല്ല ആ വ്യക്തി, ഞാനല്ല ആ പ്രവാചകൻ. പക്ഷേ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറടിക്കുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ അവൻ യോഗ്യനാ. അവൻ ആരാന്നറിയാമോ? അവൻ കടന്നു പോകവേ. സ്തോത്രം. രണ്ട് ശിഷ്യന്മാരുമായിട്ടൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവൻ കടന്നു പോകവേ, ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇനി വന്നേ കാണിക്കാം. ബിഹോൾഡ് എന്തുവാ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിലെ ചോദ്യത്തിന് മറുപടി ലഭിച്ചത് പുതു നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിലാ. ലോകത്തിന്റെ അപ്പൊ ദൈവത്തിന്റെ കരുതൽ എന്തുവാ? അതായത് വിഷയം. അറുക്കപ്പെട്ട കുഞ്ഞാട്. മനസ്സിലായവർക്കായി സ്തോത്രം.
നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതല നിന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവറിയിൽ നിനക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതല. ഞാൻ പറയട്ടെ, മോറിയായിൽ ആരാധന നടന്നെങ്കിൽ കാൽവറിയിലും ആരാധനയാണ്. ആണോ അല്ലയോ? പിതാവ് തന്റെ സ്വന്തം ഏകജാതനായ പുത്രനെ, ഒരു ജാതനേ ഉള്ളൂ, ആദ്യജാതനും ഏകജാതനും എല്ലാം അവൻ തന്നെയാ. ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ, അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു, അവൻ ക്രൂശിൽ അവനെ യാഗമായി അർപ്പിച്ചു. അതൊരു ആരാധനയല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ആരാധന റോമാലേഖനം 12. അതൊന്ന് വായിച്ചേ. അപ്പൊ ആരാധന എന്തുവാ? ഒരു സമർപ്പണമാ. എന്തുവാ സമർപ്പണം? ക്രൂശിനെ ധ്യാനിച്ച് അവൻ നമുക്ക് വേണ്ടി ചെയ്ത ദൈവസ്നേഹത്തെ ഓർത്ത് നമ്മെ സമർപ്പിക്കുന്ന സ്ഥലമാണ് ആരാധന എന്ന് പറയുന്നത്. എപ്പോഴുമുള്ള കാര്യമാണ് ആരാധന. സൺഡേ മാത്രമല്ല. 2, ആരാധന ഉറക്കെ കൈയടിക്കുന്നോ കൈയടിക്കാതിരിക്കുന്നതോ അല്ല. ആരാധന എന്ന് പറയുന്നത് അറിയാവുന്ന പാട്ട് പാടുന്നോ പാടാതിരിക്കുന്നതല്ല. ഇതെല്ലാം അതിനകത്ത് ഉൾക്കൂടാ. പക്ഷെ ആരാധന എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിന്മേൽ ഒരു ആത്മീയൻ സമർപ്പിക്കുന്നതാ. ഹല്ലേലൂയ. നിന്നേക്കാൾ കൂടുതൽ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രയോറിറ്റി നിന്നില്ല. നീയാണ് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുന്ന ആരാധന. ഞാൻ പലപ്പോഴും കർത്തൃമേശ സമയത്ത് പറയും, ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് ബെസ്റ്റ് വർഷിപ്പ് ഈസ് ടു മെഡിറ്റേറ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറിയെ ധ്യാനിക്കുന്ന ആരാധന. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകുന്നത് അതൊരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട ക്രിസ്തു. അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞെടുത്താം. 1 പത്രോസ് 1:4-5 വാക്യങ്ങൾ. അതെ, ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ വിഷയം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അവൻ നമ്മെക്കുറിച്ച് വിചാരിക്കുന്നു, അവൻ നമ്മെക്കുറിച്ച് ഓർക്കുന്നു, അവൻ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. ഒരു ദൈവവൈദ്യൻ അറിഞ്ഞിരിക്കണം ഞാൻ ആരാണെന്ന്. വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. ഒരു ദൈവം അറിഞ്ഞിരിക്കുന്ന നാം ആരാണെന്ന്. എന്തുവാ? നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? വീണ്ടും ജനനം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കല്ല ഈ ദൂത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവന് വേണ്ടിയുള്ള ദൂതായത്. എന്താ വീണ്ടും ജനനം? നാച്ചുറലായിട്ട് ജനിച്ചവൻ മരിച്ചു, പാപത്തിൽ മരിച്ചുപോയി. നാച്ചുറൽ ജനിച്ചവൻ മരിച്ചിട്ട് ആത്മീയൻ വീണ്ടും ജനിച്ചു, ആത്മാവിൽ വീണ്ടും ജനിച്ചു. അതാണ് വീണ്ടും ജനനം. ഒരു ഭക്തന് 2 ജനനമുണ്ടെങ്കിൽ 1 മരണമേ ഉള്ളൂ. ദൈവമില്ലാത്തവന് 1 ജനനമുണ്ടെങ്കിൽ 2 മരണമുണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്മുടെ മരണം എന്ന് പറയുന്ന ഈ ആത്മാവ് ഈ മർത്യവായുവിനെ വിട്ടിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുന്ന, അതൊരു അവസാനമല്ല, അത് കഴിഞ്ഞു പോകുന്നതല്ല. എന്നാൽ ഒരു ആത്മീയനല്ലാത്തവൻ്റെ മരണം, അവൻ ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുമ്പോൾ പാതാളത്തിലേക്ക് അവൻ പോകുന്നു, അവൻ നിത്യനാശത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. പിന്നെ അവന് പിന്നെ നിത്യമരണം അവനുണ്ട്. ഒരു നിത്യമരണം. അതേ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ ആരും അവനെ ബോട്ടംലെസ് പിറ്റ് എന്നതിന് പറയുന്നുണ്ട്. നിത്യനരകം, നിത്യജീവൻ. നിത്യജീവന് വേണ്ടി നമ്മളും നിത്യനരകത്തിന് വേണ്ടി അവനും. അത് 2ാമത്തെ മരണം. മുൻപോട്ട് പോട്ടെ. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന അവകാശം, നമ്മുടെ സമ്പത്ത്.
അപ്പൊ നമ്മുടെ കരുതൽ എവിടെയാ? സ്വർഗത്തിലാ. നിങ്ങൾ മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞ ഇലസ്ട്രേഷൻ, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നോക്കി വെച്ചിരിക്കുന്ന ഒരു ദേശം. ബാക്കി എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ രണ്ടാമത്തെ ഭാഗം വായിച്ചാൽ മതി. ആ ആ ആ സർവദേശങ്ങളുടെയും അതുപോലൊരു ദേശം ഈ ഭൂമിയിലുണ്ടോ? നമ്മളൊക്കെ വിമാനത്തിൽ കയറി ഇങ്ങോട്ട് വന്നാൽ സകല ദുഃഖവും തീരുന്നു പറഞ്ഞാ വന്നേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടോ അവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നു? നമ്മൾ അവിടെ നിന്നപ്പോൾ ഇങ്ങനെയല്ല വിചാരിച്ചേ. ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ പണ്ടൊക്കെ, ഇപ്പോഴൊന്നും അധികം പറയാറില്ല, ഇവിടെ അങ്ങ് ഒരു സുഖവുമില്ല, ശരിക്കുള്ള തിരിച്ചങ്ങ് പോയാൽ അവർ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത് ഭൂമിയിലുള്ളതിലേക്കും ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞില്ല, ഈ ഭൂമിയിൽ ഇല്ല കേട്ടോ, ഇല്ല. പക്ഷെ നമ്മെക്കുറിച്ച് കരുതുന്നവൻ. വല്ലപ്പോഴും ചിന്തിക്കണം ഇത്. ഹിന്ദിയുടെ നല്ല പാട്ടുണ്ട്, എൻ്റെ സാജനെ കൂടെ പാടാൻ ആരുമില്ലല്ലോ. സിയോന് ദേ ഹമാരാ ഹൈ रहते हैं हम परदेस जाएंगे हम अपने. നമ്മുടെ ദേശത്ത് പോകുമെന്ന് അത് പറഞ്ഞിട്ട് ആർക്കും സന്തോഷമില്ല. നമ്മുടെ ദേശത്ത് കുഴപ്പമില്ല, വയ്ക്കോ, അതിലല്ലയോ സന്തോഷിക്കേണ്ടത്. നമ്മുടെ ദേശത്ത് പോകുമെന്ന്, ഇവിടെ നമ്മൾ പരദേശികളാണെന്ന്. നമ്മുടെ ദേശത്ത് പോകുമെങ്കിൽ അതാ നമുക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്ന ദേശം. വിശ്വസിക്കുക, അതല്ലയോ ദൈവത്തിന് നമുക്ക് വേണ്ടി കരുതല്. അങ്ങനെയാ പഠിപ്പിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കനാൻ നോക്കി വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ദേശം ഈ ഭൂമിയിലെ കനാനല്ല, നമ്മുടെ ദേശം സ്വർഗീയ ദേശമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അവൻ വരും. സ്തോത്രം. അപ്പോൾ നമ്മുടെ സമ്പത്ത് എവിടാ? സ്വർഗത്തിലാന്നേ. നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലാ. ഇവിടെ ഉള്ളതിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ക്ഷയം, മാലിന്യം, വാട്ടം, ഉള്ളത് ഇല്ലാത്തത് അവിടെ. എത്ര 11 മുറിയുടെ വീടും 17 മുറിയും 11 റെസ്റ്റ് റൂംസും ഈയിടെ ഞാൻ വായിച്ചത് എവിടെയുണ്ട്. ഇതൊക്കെ ഉണ്ടാലും ഒരു ഹാറി വന്നാൽ മതി. ഹാറി വേണ്ടി എൻ്റെ പേര്. അതെ, ഇത്ര സ്പീഡ് കൂട്ടി ഒരു കാറ്റ് വന്നാൽ അപ്പോൾ ഇത് ക്ഷയിച്ചു പോകുന്നതാണോ? അപ്പോൾ അതിലെന്തെങ്കിലും നമുക്ക് പുകഴുവാനുണ്ടോ? ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്നു, ഇന്ന് വലിയ ഉണർവയോ ഒന്നുമല്ല. ദൈവം നമുക്ക് പാർപ്പാൻ ഭവനം തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം മാനിക്കാതിരിക്കത്തില്ല. നമ്മുടെ സമ്പത്ത് അതൊന്നുമല്ല. പിന്നെ അതിനിടയ്ക്ക് അത് ദേവദാസല്ലോ പറഞ്ഞു, വെല്ലോ ഇനി സമ്പത്ത് വേണമെങ്കിൽ ഉള്ളത് കർത്താവിന് വേലയ്ക്ക് കൊടുത്താൽ അവിടെ ഇതാ കാണും. വലുതായിട്ടൊന്നും ആമയും കേട്ടില്ല, എന്നാലും കുഴപ്പമില്ല. സ്വത്രം. അതൊക്കെ എടുത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഏതൊക്കെ എടുത്ത പറയാൻ എളുപ്പം. അതൊക്കെ എടുത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത്? പിള്ളേർക്ക് എന്ത് വേണം? അല്ലേ? അടുത്തത് കേട്ടോണേ. ഈ ദാവീദിന് ഒരു വെളിപ്പാട് കിട്ടി. 16-ാം അധ്യായത്തിലുള്ളൂ. 16-ാം അധ്യായമല്ലോ, സങ്കീർത്തനം 16, അതിന് 5-6. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാ, അളവുനീർ മനോഹര ദേശത്ത്. അതിൻ്റെ അർത്ഥം എന്തുവാ?
പഴയ നിയമത്തിലെ ഭക്തന് അപ്രകാരം ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ഇവിടെ നോക്കണേ, പുതുനിയമ ഭക്തന് അതിൽ കൂടുതൽ വേണ്ടേ? ഇനി മോശ അബ്രഹാം ലേഖനത്തിൽ അവനെ പറ്റി എഴുതിയിരിക്കുന്ന 11-ാം അധ്യായത്തില് വിശ്വാസത്താൽ മോശ താൻ വളർന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നു. അപ്പൊ ആദ്യം സംഭവിച്ചത് എന്തുവാ? വിശ്വാസത്താൽ വളർന്നു. ആ വളർന്നതിന് അല്പം മുൻപ് മുതിർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മോശ മുതിർന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഈ മുതിർന്നതും വളർന്നതും രണ്ടും രണ്ടാ. അത് ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല എന്താ പറയുന്നത്. വളർന്നത് മെച്ചൂരിറ്റിയാ. എന്ത് അത് തന്നെ ഇംഗ്ലീഷ് പാസ്റ്റർ പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ വരും. വളർന്നു, മുതിർന്നു. മുതിർന്നപ്പോൾ തോന്നി ഇതിൽ ആരോഗ്യമൊക്കെ ഉണ്ടെന്ന്. മനസ്സിലായോ? ഒരു എബ്രായനും ഒരു മിസ്രൈമിനും തന്നെ ചണ്ടയിടുമ്പോൾ അവനെ ചെന്ന് ഒരൊറ്റ അടി. ഇത് അടിച്ചു കൊന്നങ്ങ് പോട്ടെ, ആരും അറിയാതെ കുഴിച്ചിട്ടു. നല്ല അടുത്ത സൺഡേ പോയി പിന്നെയും വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാതെ പാട്ടും പാടി. പക്ഷെ അടുത്ത ദിവസം വേറൊരു സംഭവം ഉണ്ടായി. അന്നേരം അവന് മനസ്സിലായി, ഞാൻ വിചാരിക്കുന്ന സീക്രസി ഒന്നും ഇതിനില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ മോശ അങ്ങനെ ചിന്തിച്ചാൽ പുതു നിയമത്തിലെ ദൈവമോ നമ്മളെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തി അറിയും. പുതു നിയമസഭയോട് എഴുതി വെച്ചിരിക്കുക, ഞാൻ നിന്റെ നിനക്ക് ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഒരു വിശ്വസിക്കാമോ ആ വിഷയം? ദൈവം നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ സമയത്ത് തുറക്കുന്ന വാതിൽ ഒരു കുഞ്ഞും അടയ്ക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, നിനക്കല്പമേ ശക്തിയുള്ളൂ. ഞാൻ നിന്റെ പ്രവൃത്തി അറിഞ്ഞ് നിനക്ക് കഴിവിലല്ല നിന്നെ ആശ്രയിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും, അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചില്ല. ശ്രദ്ധിക്കണമേ. മുൻപോട്ട് പോട്ടെ. ഈ മോശ വളർന്നു, അവൻ ചെയ്തത് ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചു. ഈ മുതിർന്നവരൊക്കെ ഇങ്ങനെ, പെന്തിക്കോസ് ലോകത്തിൽ മുതിർന്നവരുമുണ്ട്, വളർന്നവരുമുണ്ട്. മുതിർന്നവർക്ക് ഒത്തിരി ഹിപ്പോക്രസി ഉണ്ട്. വളർന്നവർക്ക് ശരിയാ, ഹിപ്പോക്രസി ഇല്ല, അത്ര പറഞ്ഞാൽ മതി. അഭിനയമില്ല, ഹിപ്പോക്രസി ഇല്ല, നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ സേവിക്കും. ഒരു നല്ല സഹോദരൻ, ഇതൊക്കെ നല്ല കാര്യം പറയുമ്പോൾ നല്ല സഹോദരൻ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ സഹോദരന്മാരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത് കേട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഞാൻ സഹോദരന്മാരുടെ മീറ്റിംഗ് ഉണ്ട്. നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാടുന്ന പാട്ട് പലതും വ്യാജമാണ്. എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നീ എന്നെ ഓർത്തു. എവിടാ? ഫ്രിഡ്ജ് 2 എണ്ണം ഇരിക്കുന്ന വീട്ടിൽ. പണ്ട് ദാരിദ്ര്യത്തിലായിരുന്ന ഭക്തന്മാർ പാടിയ പാട്ടാ. അതൊരു നല്ല അഭിപ്രായം എടുക്കുന്നു. താങ്ക് യു അമ്മാമ്മേ. അപ്പോൾ അവർ അമ്മാമ്മയാ പ്രസംഗിച്ചല്ലേ. കേൾക്കണേ. അപ്പം നമ്മുടെ സമ്പത്ത് എവിടാ? അച്ഛനറിയാമോ, ഒരു പഴയ ഭക്തൻ പാട്ടിയൊരു പാട്ടുണ്ട്. അതാ എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശുമാ. അപ്പൊ എന്താ സമ്പത്ത്? എന്തുവാ? ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം. ഓ ചാവിനെ ഉയർത്താവൻ
വാനലോകമതിൽ ചെന്നു സാവിനെ ഉയർത്തവൻ വാനലോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നീയും താതനോടു യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഒരു ലൈനൂടെ. ഓ ക്രൂശിൽ ഈശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാം എന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നമുക്ക് സമ്പത്ത് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. യേശു മാത്രമാണ് നമ്മുടെ സമ്പത്ത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള കരുതൽ എന്തുവാ? ക്രിസ്തു. ഒരു സ്വതന്ത്രം പറഞ്ഞേ, അവൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ഒരു പാക്കേജ് ഡീലില്ലേ നമുക്ക്? നമുക്ക് വേണ്ട ജീവനെ തന്നവൻ അവനോട് കൂടെ സകലവും, ആത്മീയവും ഭൗതികവും എല്ലാം ഉണ്ട് അതിനകത്ത്. അവനെ ഉണ്ടെങ്കിൽ അവനോട് കൂടെ എല്ലാം ഉണ്ട്. സോ ഒന്ന്, an inheritance reserved in heaven for you. നമുക്ക് വേണ്ടി ഒരു സമ്പത്ത് ട്രഷറ് നോക്കി വെച്ചിട്ടുണ്ടെന്ന്. ഞാനങ്ങ് വിചാരിക്കുന്നു എൻ്റെ പേര് അവിടെ എഴുതി കാണുമെന്ന്. നിങ്ങളുടെ പേര് പറഞ്ഞാൽ ഇത് ഇന്നയാൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് കാണും. ആരാ? എനിക്ക് വേറെ ഒന്നും വേണ്ട, കിരീടവും വേണ്ട, കർത്താവിന് മതി. സെക്കൻഡ്, ഒന്ന് പറഞ്ഞോട്ടെ. മോശ 3 കാര്യം പ്രത്യേകിച്ച് അവൻ ചെയ്തു. 1, Moses refused the honor of this world. സ്വർഗത്തിൻ്റെ സമ്പത്ത് കണ്ടപ്പോൾ ലോകത്തിൻ്റെ പദവിയൊക്കെ അപ്പൊ ഇന്നത്തെ ഈ പദവിക്ക് വേണ്ടി ഓട്ടമുള്ളവർ എന്തോ ഉണ്ടായിരുന്നു ഓടുന്നേ? അതെങ്കിലും കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചല്ലേ ഓടുന്നേ? കാരണം അങ്ങ് പോകാൻ സാധ്യത അറിയത്തില്ല. Moses refused the honor of this world. Number 2, Moses rejected to enjoy the passing pleasure of sin. പാപത്തിന്റെ തൽക്കാല. Moses rejected to enjoy the passing pleasures of sin. And the third one is Moses rejected the worldly treasures. ലോകത്തിൻ്റെ മിസ്രൈമിലെ നിക്ഷേപങ്ങൾ ക്രിസ്തുവിൻ്റെ നിന്ന. അപ്പൊ ക്രിസ്തുവിനെ മതിയെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിനകത്ത് നിന്നയുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള കരുതൽ ക്രൈസ്റ്റ് ആണെങ്കിൽ അവനെ ഏറ്റെടുത്തൽ എന്തുണ്ട്? നിന്നയുണ്ട്, കഷ്ടതയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെന്നേ. എന്താ കാര്യം? ഞാൻ കഷ്ടതയിൽ കൂടെ പോയതാ. എന്നെ എടുക്കുന്നവൻ അതുകൊണ്ട്. പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നമുക്കും ജയിക്കാം. Second Peter chapter 1 verse 4, given to us exceedingly great and precious promises. വിലയേറിയതും ആർക്കാ?
യാത്ര പുറപ്പെട്ടവന്. എങ്ങോട്ട് പോകുന്ന? നോക്കി വെച്ചിരിക്കുന്ന കിട്ടാൻ പോകുന്നവന്. അതാരാ? ക്രൈസ്റ്റ്. ഞാൻ പറയട്ടെ, കനാൻ ദേശം പോയി മറ്റ് ഇസ്രായേൽ മക്കൾക്ക് വീതിച്ചു കൊടുത്തു ഒന്നുമല്ല എൻ്റെ വിഷയം. അവിടെ പോയാൽ ഇടയനായതുകൊണ്ട് എത്ര ശ്രേഷ്ഠ ഇടയൻ കിരീടം തരുമെന്നുമല്ല വിഷയം. എൻ്റെ വിഷയം ഞാൻ പ്രസംഗിക്കുന്നതിന് യേശുവിനെ കാണാമെന്നുള്ളതാണ്. ഇവിടെയും എനിക്ക് ആവശ്യം അവിടെയും അവനെയാ, അവിടെയും എനിക്ക് ആവശ്യം അവനെയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ വിലയേറിയ വാഗ്ദത്തം, അതിമഹത്വം, given to us exceedingly great and precious promises. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അതിമഹത്വവും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് ഈ ഭൂമിയിൽ ഒത്തിരി പേര് ചെയ്യും. ഞങ്ങളുടെ പണ്ട് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ശുശ്രൂഷ ആരംഭ സമയത്ത്, ചിലർക്കറിയാം, ഒരു ദൈവദാസനെ ഒരു സഹോദരനെ ഡൽഹി എംബസി കൊണ്ട് ഈ വിസ എല്ലാം മേടിച്ചു കൊടുത്തു. അന്ന് പോയപ്പോൾ ഞാൻ ബൈക്കിലാണ് പോയി. അന്ന് ആക്സിഡൻ്റ് ഉണ്ടായി, എൻ്റെ കൈ പോയി ഒടിഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ പോയാൽ പാസ്റ്റർക്ക് പ്രയോജനം. ബൈബിളിലെ വാക്കൊക്കെ ഉണ്ട്, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറഞ്ഞില്ലേ കർത്താവ്. ഞാൻ പോയാൽ പാസ്റ്റർക്ക്, ഞാൻ ചെന്നാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ കഷ്ടതയെല്ലാം മാറും. പാവത്താനെ ഞാൻ അത്ര ഇന്നത്തെ നിലയിൽ എടുത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞപ്പോൾ അന്ന് അവിടുത്തെ ചിന്ത ഇവിടെ വന്നാൽ പിന്നെ ഈ ഇങ്ങനെ കുലിക്കാൻ മതി, ഇത് വീഴുമെന്നാണ് വിചാരിച്ചത്. ക്വാർട്ടറും പിന്നെ നോട്ടും പിന്നെ കറൻസി ഇങ്ങനെ കുലുക്കിയാൽ വീഴും. അപ്പം ഞാൻ ഇങ്ങോട്ട് അയച്ചു തരാം. ആ പ്രോമിസ് അല്ലാതെ ഇല്ല. കണ്ടു, പുള്ളി ഞാൻ കാണുകയും ചെയ്തു, എന്നെ കണ്ടപ്പോൾ തരികയും ചെയ്തു. തന്നത് അന്നത്തെ $25, $1000 ഞാൻ ആ എമൗണ്ട് അല്ല വിഷയം. അതുപോലും ക്യാഷ് ആയില്ല, അത്രയേ ഉള്ളൂ. ക്യാഷ് ആക്കാതിരുന്നതിനാൽ സ്വന്തം ഞാൻ ആ വിഷയമാണ്, ഞാൻ ആ വ്യക്തിയെ അതുപോലെ പറയാം. അതുകൊണ്ടല്ല ഞാൻ പേരൊന്നും എടുത്ത് പറയാഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, മനുഷ്യൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. ആ വ്യക്തിയെ കുറ്റം പറയുന്ന നല്ല വിഷയം. എൻ്റെ ഈ ജീവിതത്തിന് അനുഭവം പറഞ്ഞോളൂ. ഇവിടെ വന്നൊക്കെ ഇവിടെ വന്നത് ഇറ്റ്സ് നോട്ട് ഈസി. 25 അന്ന് 1.2 ഉള്ളു ആകെ ശമ്പളം. $25 ഇന്ന് $550 വിലയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് പറ്റിയില്ല. ദാറ്റ്സ് ഓൾ. കാരണം മാനുഷികമായ പ്രോമിസസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. അതേ ഞാൻ പറഞ്ഞു. പക്ഷേ നീണ്ട 50ഓളം വർഷമായി ഇന്ത്യയിൽ ആ പ്രവർത്തനം നടക്കുന്നു. എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ്, പാസ്റ്റർ എഴുന്നേക്കും അവിടുത്തെ ആവശ്യമൊന്നും പറയുന്നില്ലെന്ന്. ആരാണ്ട് വന്ന് പറഞ്ഞു, ഈ ദേവദാസനാണ് പറഞ്ഞത്. ആരാണ്ട് വന്ന് പറഞ്ഞു അവിടെ, ഈ പാസ്റ്റർ ഈ കാര്യമൊന്നും അവിടെ വന്ന് പറയത്തില്ലെന്ന്. നമ്മുടെ കമ്പനി വല്ലതാണോ ഇത്? ദൈവത്തിന് വേണമെങ്കിൽ കർത്താവിൻ്റെ അല്ലയോ പ്രവർത്തനം. കർത്താവ് ഈ സഭ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. പക്ഷേ ദൈവമാണ് പ്രൊവൈഡർ. And he is the provision too. Praise the Lord. ഇനി ഇതല്ല എൻ്റെ വിഷയം. ഇവിടെ വായിച്ചത് ഈ അവിടുത്തെ പ്രസ്ഥാനമൊന്നുമല്ല. ഇവിടെ വായിച്ചത് അതിമഹത്തായ വാഗ്ദത്തം, പിന്നെ വിലയേറിയത്. അതെന്തുവാ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കാരണം കലങ്ങാൻ സാധ്യതയുണ്ട്. എന്നിൽ വിശ്വസിപ്പി, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഒരു സ്തോത്രം പറയാമോ? ഞാൻ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇന്നലെ വൈകിട്ട് ഞാനൊരു കല്യാണത്തിന് പോയി. ദേവദാസൻ പറഞ്ഞു,
ഈ നിൽക്കുന്ന മണവാളനോട് കൂടെ ഇരിപ്പാനുള്ള മണവാട്ടി വന്നാട്ടെ എന്ന് പറഞ്ഞപ്പോൾ വിലപിടിപ്പുള്ള സാരി ഉടുത്ത് ആരും പോയില്ല. ആ മണവാളിന് വേണ്ടി ഒരുങ്ങിയ മണവാട്ടി മാത്രമാണ് പോയത്. കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയ ഞാൻ ഉൾപ്പെടെ താഴെ ഇരുന്നപ്പോൾ ആ മണവാളിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മണവാട്ടി ആ മണവാളിൻ്റെ കൂടെ പോയിരുന്നു. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ അതാ. സഭയൊരു മണവാട്ടിയാ. ഹല്ലേലൂയ. ആ മണവാട്ടിയെ ഒരുക്കുന്ന കർമ്മമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊന്നിൽ ഈ മഹത്തായ വാഗ്ദത്തം നിവർത്തിക്കാൻ പോകുകയാ. അവൻ വരും. വിശ്വസിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നോ? ലോകസഭകൾ വിളിച്ചറിയിക്കുന്നത് നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടി അവൻ വരും, അവൻ വരും. മണവാളൻ മടങ്ങി വരും. മണവാട്ടി അവനോട് കൂടെ ഇരുത്തേണ്ടതിന്. സ്വർഗത്തിൽ പോകുന്നതല്ല എനിക്ക് വിഷയം, എനിക്ക് അവനോട് കൂടെ ഇരിക്കുന്ന വിഷയം. ഇന്ന് പിതാവിൻ്റെ വലത്തു ഭാഗത്ത് അവനായിരിക്കുന്നത് പോലെ അവനോട് കൂടെ ഇരിക്കുന്ന മണവാട്ടി ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ കരുതൽ. അത് മുമ്പോട്ട് പോട്ട് 2 പീറ്റർ 1:10. ഇനി പറഞ്ഞങ്ങ് വിടാം, സമയം കഴിഞ്ഞു. അപ്പൊ അങ്ങ് കരുതലിന് വേണ്ടി ദൈവം ചിന്തിക്കുന്ന പ്രവാചക വാക്യമാണ് വചനം. ഈ വചനം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരുതലാന്നേ. അവൻ നമ്മെക്കുറിച്ച് വിചാരിക്കുന്നു, കെയർ ചെയ്യുന്നുള്ളതിന് പ്രൂഫാ ദൈവം ഈ നിർമ്മല വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. നേരം വെളുക്കും. അവൻ വരും. അതുവരെ പ്രവാചക വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. ഓക്കെ, സ്ഥിരമായ പ്രവാചക വാക്യം. സ്ഥിരമായത് എവിടെ സ്ഥിരമായിരിക്കുന്നത്? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ഈ തിരുവചനം. We have the confirmed prophetic word for us. Number 1, an inheritance reserved in heaven for you. Number 2, He given us the exceedingly great and precious promise. Number 3, we have the confirmed prophetic word for us. Number 4, promised to look for new heaven. പുതിയ ആകാശവും നീതി. അപ്പൊ ഇവിടെ എന്തില്ലെന്ന് ദൈവമക്കളെ പറ്റി നീതിയില്ലാത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ഇവിടെ എഴുതിയിട്ടുള്ളത്. ദൈവഭക്തന് നീതി ഈ ഭൂമിയിൽ കിട്ടത്തില്ല. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 25 നിങ്ങൾക്ക് അനുകൂലമാണല്ലോ എന്ന് എഴുതി വച്ചാലും നമുക്ക് നീതി കിട്ടത്തില്ല. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിനകത്ത് വായിച്ചതാ. അത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും 900 എബോവ് ആൾക്കാരെ ഇന്ത്യയിൽ പ്രിസണിലുണ്ടെന്ന്, വിശ്വാസികൾ. ഞാൻ വിചാരിച്ചു 300-400 ഉള്ളെന്ന്. മോർ ദാൻ 900. താങ്ക് യു ബ്രദർ സിജി, ആ വിഷയം കൂടെ പ്രാർത്ഥിച്ചതിന്. ഞാനത് പറഞ്ഞില്ല, അത് പറയേണ്ടത് എല്ലാ സൺഡേയിലും പ്രാർത്ഥിക്കേണ്ടത്. 900-ൽ കൂടുതൽ ദൈവമക്കൾ ഇന്ത്യയിൽ ജയിലിലുണ്ട്. ആര് നിമിത്തം? ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ ഭൂമിയിൽ എന്ത് കിട്ടിയില്ല? നീതിയില്ല. ഇത് വചനമാണ്, അന്ത കാര്യമാ. നീതി എങ്ങനെ എഴുതിക്കുന്നത്? നീതി വസിക്കുന്ന പുതിയ അന്ത് പറഞ്ഞ ഇന്ന് കാണുന്നതെല്ലാം കത്തി എഴുതാൻ പോവുക, എരിയുന്നതാ. ആ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ എന്തുവാ? നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശം, നീതി വസിക്കുന്ന ഒരു പുതിയ ഭൂമി. അവിടെ നമുക്ക് വേണ്ടി അവൻ നോക്കി വെച്ചിരിക്കുക. ഭക്തന് സന്തോഷമുണ്ടോ? ഭക്തന് സന്തോഷമുണ്ടോ? ഇവിടുത്തെയൊക്കെ താൽക്കാലികമാണെന്നേ. ഇന്ന് കാണുന്ന എല്ലാം ടെമ്പററിയാ, ടെമ്പററി. Whatever you are looking, seeing in this world is temporary.
And He cares for us. He is thinking about us. He provides for us. Hallelujah. Endava? Number 1, an inheritance. Number 2, a promise. Number 3, prophetical word. Number 4, a new heaven, a new earth in which righteousness dwells. നീതി വസിക്കുന്ന. അങ്ങനെയാണെങ്കിൽ ആ പ്രോമിസ് വളരെ അറിയാവുന്നതായത്, ആ പ്രോമിസ് പൂർത്തീകരിക്കേണ്ടതിന് കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. നമുക്കൊന്ന് എഴുന്നേക്കാം. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. മക്കളെ വേഗം വന്നാട്ടെ. ഇത് അറിയാവുന്ന വാക്കാ. കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, പാപം കൂടാതെ. ഒരു സ്വന്തം പറയാമോ? ആരായി വരുന്നത്? പാപം കൂടാതെ ഏത് കരുതൽ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. അങ്ങനൊന്ന് പറയാമോ? എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കരുതൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി ഈ ദിവസങ്ങളിലൊന്നിൽ പാപം കൂടാതെ അവൻ പ്രത്യക്ഷനാകും. ഒരു നല്ല സ്വന്തം പറയാമോ? എന്തിനാ കാത്തിരിക്കുക? എന്തിനാ കാത്തിരിക്കുന്നത്? അവന്റെ കരുതലിനെ എന്തുവാ കരുതൽ? ക്രൈസ്റ്റ്. അവൻ വരും. കാന്തനെ ഒരു ചെറിയ പാട്ട് പാടി ഒന്ന് ആരാധിക്കാം. കാന്തനെ കാണുവാനാർത്തി വളരും പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം. ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാന്തനെ കാണുവാനാർത്തി പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. മരുഭൂമിയിൽ ക്ലേശം തുറമുഖത്തെത്തും ഞാൻ. മരുഭൂമിയിൽ ക്ലേശം തുറമുഖത്തെത്തും ഞാൻ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ. നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ. കോടാകോടി ഗണം തേജസ്സിൽ. തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ. കോടാകോടി ഗണം തേജസ്സിൽ. സർവാംഗ സുന്ദരൻ ആകുവൻ പ്രിയനേ. സർവാംഗ സുന്ദരൻ ആകുവൻ പ്രിയനേ. കാണുമതിൻ മധ്യയെഴയും. കാണുമതിൻ മധ്യയെഴയും. കാന്തനെ കാണുവാനാർത്തി ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാർത്തി ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഞാൻ നിനക്കുള്ളവൻ നീക്കുള്ളവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ നിനക്കുള്ളവൻ നീക്കുള്ളവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ. കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ.
വാഞ്ചയേറുന്നേ. കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനേ. കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. അങ്ങനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അങ്ങനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലോ. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി നന്ദി കർത്താവേ. That is the hope, that is our hope, that our Redeemer, our groomsman, he grows